Everything so far okay? I think so. Okay, na? അടുത്തത് പാട്ടല്ല, മറിച്ച് നമ്മുടെ സിനിമാ കുടുംബത്തിലെ വളരെ വളരെ എന്താ പറയുക, പോപ്പുലറായിട്ടുള്ളൊരു മനുഷ്യൻ, ആരാന്ന് പറയുന്നില്ല, ഞാനിവിടെ വിളിക്കുകയാണ്. എനിക്കറിയില്ല അദ്ദേഹത്തിന്, നിങ്ങൾക്കറിയുമോ ഇല്ലയോ എനിക്കറിയില്ല. ഞാൻ സഹോദര തുല്യം സ്നേഹിക്കുന്നൊരു മനുഷ്യനാണ്. സത്യം പറയുകയാണെങ്കിൽ KCയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാണ് നമ്മൾ നടക്കുന്നത്. നിങ്ങൾക്കൊരു പക്ഷേ ഈ ചടങ്ങും ഇവിടുത്തെ പ്രോഗ്രാംസും പ്ലസ് എൻ്റെ ഒരു പ്രോഗ്രാം മാത്രമാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ അതിഥിയെ നിങ്ങൾ ഒരിക്കലും ഈ ഒരു വേദിയിൽ എക്സ്പെക്ട് ചെയ്തിട്ടില്ല സോഫാർ. അദ്ദേഹം ഈ ഒരു വേദിയിൽ വന്നത് തന്നെ ഒരു വലിയൊരു കാര്യമായിട്ട് കരുതുകയാണ് ഞാൻ. മാത്രം നിങ്ങളെല്ലാവരും മലയാള സിനിമയിലെ ഒരു അവിഭാജ്യ ഘടകമാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ പ്രത്യേകത മാത്രമാണ്. അഭിനയിക്കാൻ കഴിയുള്ള വ്യക്തിയാണെന്ന് ഞാൻ സംശയമില്ല. മറിച്ച് വളരെ എളിമയുള്ള ഒരുപാട് എന്താ പറയുക, ഒരുപാട് ആരാധക വൃന്ദമുള്ള ഒരു നടൻ. ഞാനൊന്നും പറയുന്നില്ല, അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരുപാട് മിമിക്രി സുഹൃത്തുക്കൾ എൻ്റെ പരിചയത്തിലുണ്ട് 10-20 വർഷമായിട്ട്. പക്ഷെ ഇത്രത്തോളം എളിമയുള്ള ഒരു വ്യക്തി ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു വേദിയിൽ എന്താണ് വന്നിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം 2 ആഴ്ച മുമ്പ് ദുബായിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. അതിൽ മോഹൻലാലും MT സാറും ഉൾപ്പെടെയുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സുരാജിൻ്റെ അന്ന് അദ്ദേഹത്തെക്കാളും ജൂനിയറായിട്ടുള്ള ഒരുപാട് മിമിക്രി താരങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരോടുള്ള ഒരു ബിഹേവിയർ, അത് റിയലി അപ്രീഷിയേറ്റ്. താങ്ക്സ് അല്ലോ. എന്നാലും ഈ ഒരു വേദിയിൽ വന്നതിൽ വളരെ സന്തോഷം. റിയൽ സർപ്രൈസ് ആണ് അല്ലേ? എന്താണ് കേരള കാത്തലിക് അസോസിയേഷൻ്റെ ഈ മെമ്പേഴ്സിന് പറയാനുള്ളത്? പ്രിയപ്പെട്ടവരെ, ഒരുപാട് സന്തോഷമുണ്ട് കേരള കാത്തലിക് അസോസിയേഷനിൽ വരാൻ കഴിഞ്ഞതിൽ. ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞതിലും അതിലേറെ സന്തോഷം. ശരിക്കും ബീച്ചേട്ടൻ ഇവിടെ ഉണ്ട് എന്നറിയുന്നത് ഇന്ന് ഉച്ചയ്ക്കാണ്. ഞാൻ ഇവിടെ ലാൻഡ് ചെയ്ത് ഇന്നലെ ഒരു വൈകുന്നേരമായി. മിനിങ്ങാന്ന് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് ദുബായിൽ വെച്ച് നടന്നു. അപ്പോൾ അതിൽ തുടർച്ചയായിട്ട് 2ാമത്തെ തവണയും ഒരു സംസ്ഥാന അവാർഡ് വാങ്ങാൻ കഴിഞ്ഞു, ബെസ്റ്റ് കൊമേഡിയനുള്ള. അപ്പോൾ അവിടുന്ന് നേരെ ഇവിടെ കയറി വന്നതാണ്, വേറൊന്നിനുമല്ല വന്നത്. നമ്മുടെ ഈസ്റ്റേമില് തട്ടുകട ഇവിടെ ഫേമസ് ആണ് എന്നറിയാം. തട്ടുകട എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഡയറക്ടർ പ്രിയദർശൻ സാറ് പറഞ്ഞപ്പോഴാണ്. നമുക്കെല്ലാവർക്കും, കേരളത്തിലുള്ള എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഡയറക്ടർ പ്രിയദർശൻ. അദ്ദേഹം ഇവിടെ ഷൂട്ടിങ് വന്നപ്പോൾ, ഞാൻ ദുബായിൽ ഷൂട്ടിങ്, ഇവിടെ ഇപ്പം റിലീസായ ഒരു പടമുണ്ട് ഒട്ടകവും അറബിയും ഒട്ടകവും. അപ്പോൾ ആ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു സാർ ഈ പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെയാണ്? അയ്യോ, അത് ലണ്ടനിൽ ഷൂട്ടിങ് പോയപ്പോൾ തട്ടുകട എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അവിടെ പോയി കഴിച്ചു, വളരെ ഗംഭീരം എന്ന ആള് പറഞ്ഞപ്പോഴാണ് തട്ടുകടയെ കുറിച്ച് ഞാൻ അറിയുന്നത്. അപ്പോൾ അത് അന്വേഷിച്ച് വിളിച്ചു വന്നപ്പോഴാണ് അതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ തട്ടുകടയാണ് എന്ന് പറഞ്ഞത്. തട്ടുകട എന്ന് പേരേ ഉള്ളൂ, പക്ഷെ അകത്ത് കയറുമ്പോഴാണ് വിശാലമായ ഷോറൂമും ഗംഭീരമായിട്ടുള്ള ഭക്ഷണവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
അവരുടെ രണ്ടാമത്തെ ഷോറൂമിന്റെ ഇനാഗുറേഷൻ 12-ാം തീയതിയാണ്. അപ്പൊ ആ ഇനാഗുറേഷനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ ചേട്ടന്റെ പരിപാടിയാണ്. അപ്പൊ ചേട്ടനെ സംസാരിച്ച് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ഫ്രീ ആവുന്നെങ്കിൽ ഉറപ്പായിട്ടും വരാം. ഇവിടെ വരുമ്പോഴാണ് ഓരോ സുഹൃത്തുക്കൾ വിളിക്കുന്നത്. അപ്പൊ അവിടെ പോയി ഒരു സ്ഥലത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ വന്നേ പറ്റൂ എന്നറിയുന്നത്. അങ്ങനെ വരാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം. പിന്നെ ഞാനിവിടെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നമ്പർ കാണിക്കാതെ പോകുന്ന ബിജുചേട്ടന് എന്നെ ക്ഷേമമാണ്. അതുകൊണ്ട് അത് ശരി എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഒരു 1-2 ശബ്ദം ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാം. നിങ്ങൾ പറഞ്ഞാൽ മതി. നല്ല തണുപ്പാണ്, ഇല്ലെങ്കിൽ ഇമാതിരി വേഷം വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ നിൽക്കില്ല. സ്വാഗതം ഇവിടെ ഞാൻ കുറച്ച് ഒരു പ്രോഗ്രാം തുടങ്ങാൻ ഒരു മണിക്കൂർ മുമ്പ് സുരാജ് സംസാരിച്ചു. ഞാൻ സുരാജ് നല്ല വെതറാണ്, കാരണം നമ്മുടെ നാട്ടിലൊന്നും അനുഭവിക്കാത്ത വെതറാണ്, നല്ല കൂളാണ്. പറഞ്ഞു ചേട്ടാ എന്തൊരു തണുപ്പാണ്. പക്ഷെ ഇത് ബെറ്ററാണ്, കാരണം ഞാൻ വരുമ്പോൾ സ്നോ ആണെന്ന് വെച്ചിട്ട് വന്നത്. അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതൊന്നും ഇടാതെയാണ് ഇവിടെ നിന്നിരുന്നത്. പക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയപ്പോൾ ഞാൻ സാധാരണ ഈ ഷൂ ഒന്നും അങ്ങനെ ധരിക്കാത്ത ഒരാളാണ്. ഞാൻ വെറുതെ ചെരുപ്പ് മാത്രം ഇട്ട് അതെൻ്റെ ഒരു ശീലമായിപ്പോയി. അപ്പോഴാണ് പുറത്തിറങ്ങി കുറച്ചു നേരം നിന്നപ്പോൾ നല്ല തണുപ്പ്. പിന്നെ ഇത് വലിച്ചു വാരി എടുത്തിട്ടതാണ്, ശീലമല്ല. എന്നാൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇപ്പം നല്ല ചൂടടിക്കുന്നുണ്ട് സ്റ്റേജിൽ നിന്നപ്പോൾ. ഇനി ഇത് ഊരാൻ എനിക്കൊരു താല്പര്യമുണ്ട്. ഒന്ന് ഊരിക്കളഞ്ഞതിന് ശേഷം ഇപ്പോഴാശ്വാസമായത്. സത്യം പറഞ്ഞാൽ ഭാര്യയെ വിട്ടിട്ട് പുറത്തിറങ്ങിയ ഒരു പ്രതീതി. സാധാരണ കേരളത്തിലൊന്നും ഇത്രയും ആൾക്കാരെയൊന്നും, പ്രത്യേകിച്ച് ഇത്രയും ഫീമെയിൽസിനെയൊന്നും ഒരു പ്രോഗ്രാമിനൊന്നും കാണാൻ പറ്റില്ല. കാര്യം അവരൊക്കെ വൈകുന്നേരം ഒരു 5 മണി തൊട്ട് രാത്രി 10 മണി വരെ പുരുഷന്മാരെ ഇഷ്ടമല്ല. കേരളത്തിലൊക്കെ അച്ഛൻ, സഹോദരങ്ങൾ, ഭർത്താവിനെയൊന്നും ഒരിക്കലും ഇഷ്ടമല്ല അവർക്ക്. ഈ ടൈമിലെല്ലാം അവർ സീരിയലുകളെയൊന്നും പ്രണയിക്കുന്നത് കൂടുതലായിട്ട്. സീരിയലിലെ കഥാപാത്രങ്ങൾ അവരെ തെറ്റ് പറയുന്നതല്ല. കാര്യം ഞാനും സീരിയലിൽ നിന്നാണ് സിനിമയിലേക്ക് എത്തിയത്. സീരിയലിൽ വരുന്ന കഥാപാത്രങ്ങളെല്ലാം ഒരു പെണ്ണ് ഉടുത്തൊരുങ്ങിയിട്ട് വന്ന് പറയും, കഴിഞ്ഞ 10 വർഷമായി ഞാൻ ഒരാളെ സ്നേഹിച്ചു, വേറൊരാളെ വിവാഹം കഴിച്ചു, ഇപ്പൊ മറ്റൊരുത്തന്റെ കുഞ്ഞിനെ പ്രസവിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. സീരിയലിന്റെ പേര് കേട്ട പെറ്റ തള്ള പോലും കറക്കിച്ചു തുപ്പും പതിവ്രതാക്കൾ. അപ്പൊ അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം. അപ്പൊ എന്തായാലും 1-2 ശബ്ദം ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. മോഹൻലാൽ. ശരി, ലാലേട്ടന് ഒന്ന് തമ്പുരു വന്നിട്ട്. എന്നോട് ചോദിക്കുക എവിടെ ഇടേണ്ടതെന്ന്. അത് 4ാമത്തെ കട്ടയ്ക്കാണോ 8ാമത്തെ കട്ടയ്ക്കാണോ? അവിടെ എനിക്ക് കട്ടയൊന്നും വേണ്ട, വെറുതെ നിന്നിട്ടാ ഞാൻ എൻ്റെ കൂടെ വരാം. അതൊക്കെ ബിജുചേട്ടനാണ്. 4ാമത്തെ കട്ടയ്ക്കിടും. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകളുള്ള ഒരു ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേരുന്ന കൊട്ടാരങ്ങളിൽ ധ്രുപതിന്റെ വിലയാർന്ന വേദന കേൾക്കാൻ, ചെവിക്കോർക്കാൻ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് മോഹമായിട്ട് നേരെ ചെന്ന് കയറിയത് ഒരു സിംഹത്തിന്റെ മടയിൽ ഉസ്താദ് ബാദുഷാ ഖാൻ. ആവശ്യം അറിയിച്ചപ്പോ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഒരു തെന്നിയുടെ ഓട്ടകേശിയിൽ എന്തുണ്ട്? സബ്നോ കി സിന്ദഗി കഭി നഹി ഖതം ഹോ ജാതി ഹൈ. താങ്ക് യു. ഇനി അറിയാം മമ്മൂക്ക ഒരു താല്പര്യമില്ലാത്ത മാതിരി. ആരെ ജയൻ? മമ്മൂക്ക വേണ്ടേ? ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മകളെ. ഇരുമ്പാണ് തട്ടി മുളയാണ് വെച്ച്, പൊൻകാലം കൊണ്ട് ചുരുക്കമിളക്കാനും കൊല്ലന് 16 പൊന്മണി കൊടുത്തു വെച്ച്. മാറ്റം തിരി ചോദിച്ചപ്പോ
ചന്തുവിന് തോൽപ്പിക്കാനാവില്ല. ഇനി ജനാർദ്ദനേട്ടന്റെ ആ പഴയ ശബ്ദമൊക്കെ എല്ലാവർക്കും അറിയാലോ. വില്ലനായിരുന്നപ്പോ എട്ടപ്പെട്ട കർത്താവ് എടാ ഈ ശ്രീവിക്കാരെന്ന് പറഞ്ഞ മഹാചട്ടകളാണ്. ഇപ്പോ കൊമേഡിയനായപ്പോ ശബ്ദത്തിന് ഒരുപാട് രൂപ വ്യത്യാസം വന്നു. ഇനി സുരേഷ് ഗോപി ഞാനോ എന്റെ ശബ്ദം വീഴ്ചയായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും. എന്തൊക്കെ സുഖങ്ങളൊക്കെ തന്നെ വെള്ളങ്ങളെ കുളിച്ചിട്ടേ വന്നിരിക്കണേ. എനിക്ക് വയ്യ, ഈ ക്യാമറകൾ മാത്രമേ കാണാനുള്ളൂ. നാളെ എല്ലാം യൂട്യൂബില്. ശരി, എന്നാ പുറത്തുതല്ലേ. ഇനി ഒരു ശബ്ദത്തോടു കൂടി ആ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്ത് ഒരുപാട് ശബ്ദങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യണം. പക്ഷെ അതിനൊക്കെ ഒരുപാട് പൈസ വേണ്ടി വരും. പക്ഷേ ആഗ്രഹമാണ് കളയാൻ പോകല്ലേ പ്ലീസ്. കൊച്ചിൻ അനീപിക്കുന്ന ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സുരേഷ് എനിക്കിനി പാടാൻ പറ്റുമോ പ്ലീസ്? എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇനി ഒരു ഗായകൻ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. എന്തായാലും അസാധ്യമായിട്ട് എനിക്കിഷ്ടമായി. കാശോടെ പട്ടി എന്തായാലും എന്നെക്കാൾ ഗംഭീരമായിട്ട് ചേട്ടൻ ഇമിറ്റേറ്റ് ചെയ്തു. ഇനി ഒരു ശബ്ദം കൂടി ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് വിടവാങ്ങുകയാണ്. ആരെ വേണം? ആൽബർട്ട്. ശരി, ജയൻ, പിന്നെ കൊച്ചു പ്രേമൻ, പിന്നെ ലാൽ ജോസ്, പിന്നെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്യാം. അവിടെ നിൽക്കാം, അവിടെ നിൽക്കാം. നീ എന്നോടൊപ്പം ശല്യം ചെയ്യുന്ന അലബലാദി ഷാജി, നീ നിന്റെ ഒരു സൈക്കിളും വീട്ടിൽപ്പെടാം. എടാ വീട്ടിൽ പോകാൻ പക്ഷേ ആ വണ്ടി കൊണ്ടുള്ള ഏർപ്പാട് അത്ര ശരിയായില്ല കേട്ടോ. വണ്ടി കൊണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്ന പോലെ ഇവിടെ മുണ്ട് പറിക്കുന്ന കുട്ടികളുണ്ട്. ഏറ്റവും കൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്റെ പിന്നെ ഞാനങ്ങോട്ട് പ്രിയപ്പെട്ടവര്, മലയാള സിനിമയില് ഒരുപാട് താരങ്ങൾക്ക് ഞാൻ അവസരം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ലാൽ ജോസ് എന്ന സംവിധായകൻ എന്ന രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇനിയും ഒരുപാട് താരങ്ങൾക്ക് ഞാൻ അവസരം കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ എല്ലാ ആൾക്കാരെയും പ്രോത്സാഹിപ്പിക്കണം. ഇനി ബിന്ദു പണിക്കാറുണ്ട്. എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വരുമ്പോ ഞാൻ തോറ്റു. അതിങ്ങനെ അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. താങ്ക് യു. അപ്പോ മറക്കരുത്, നല്ല ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും എത്തുക. തട്ടുകട ഈസ്റ്റാണ്. അപ്പൊ അതിന്റെ പുതുതായിട്ടുള്ള ഫാമിലി റെസ്റ്റോറന്റ് ആണ് ഇനി തുറക്കാൻ പോകുന്നത്. അതാണ് 12-ാം തീയതി രാവിലെ 10:30 മണി. മറക്കരുത്. ഞാൻ എന്തായാലും അവിടെ നിന്ന് കഴിച്ചിട്ടേ പോകും. വരിക. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഒരു താരജാടയും ഇല്ലാതെ നമുക്ക് വേണ്ടി വളരെ അൺഎക്സ്പെക്ടഡ് ഇവിടെ വന്ന് പെർഫോം ചെയ്ത സുരാജ് എത്ര ആയിരം നന്ദി പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഇതിനെല്ലാം കാരണക്കാരൻ ഈ ബിജുചേട്ടനാണ്. ഞാൻ പറഞ്ഞു, ബിജുചേട്ടൻ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്, ഞാൻ ഈ സ്റ്റേജിൽ കയറുന്നത്. പക്ഷെ എന്നെങ്കിലും ഒരിക്കൽ ഞാനുള്ള സ്റ്റേജിൽ ഇവിടെ വന്നു പോകുമ്പോ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. താങ്ക് യു. ഇത്ര ആൾക്കാരെ മുമ്പ് വെച്ചാ പറഞ്ഞു. ബിജുചേട്ടൻ പറയും താങ്ക് യു, താങ്ക് യു, ഗുഡ് നൈറ്റ്. ഒരു ന്യൂ ഇയർ സർപ്രൈസ് തന്നെയാണ്. എനിക്കൊരു കേസിയുടെ ഒരു ഭാഗ്യമാണ്, കേസിയുടെ ലൈഫിൽ തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ് ഇങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു സുരാജ്, താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് സോങ് എനിക്ക് തോന്നുന്നു ഈ ഒരു മൂഡിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് എൻജോയ് ചെയ്യുന്ന ഒരു ഗാനമാണ്. ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഗാനമാണ്. ഈ ഒരു നൂറ്റാണ്ടിലെ ഗാനമാണ്. എനിക്ക് തോന്നുന്നു